ലോകേഷ് കനകരാജ് എത്രമാത്രം ഒരു മികച്ചൊരു ഡയറക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി എത്രമാത്രം ബ്രില്യൻ്റ് ആണ് പുള്ളിയുടെ സ്ക്രീൻ പ്ലേയിലും ഡയറക്ഷനിലും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ 2 പടങ്ങളെ സ്ക്രീൻ പ്ലേ നോക്കുകയാണെങ്കിൽ അയാളുടെ സ്ക്രീൻ പ്ലേയുടെ നിലവാരം ഇത്തിരി കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ കൂലി എന്ന മൂവി. കൂലി എന്ന സിനിമ ശരിക്കും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ലോകേഷ് സംവിധാനം ചെയ്ത സിനിമയാണെന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. ഇത്രയൊരു മോശം സ്ക്രിപ്റ്റാണ് ലോകേഷ് സിനിമയ്ക്ക് വേണ്ടി റൈറ്റ് ചെയ്തിരിക്കുന്നത്. രജനീകാന്ത് ഇതിലും മോശം സ്ക്രിപ്റ്റുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ലോകേഷുമായിട്ട് ഒന്നിക്കുമ്പോഴത്തേക്കും നല്ലൊരു സിനിമയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ആ ലെവലോട്ട് ഒരിക്കലും കൂലി സിനിമ വന്നിട്ടില്ല. ഇത്രയും വലിയൊരു കാസ്റ്റ് ഉണ്ടായിട്ടും ആ ക്യാരക്ടേഴ്സായിട്ട് ഒരു ഇമോഷൻ കണക്ഷനാണ് ഈ സിനിമയിൽ ഏറ്റവും മിസ്സായിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെ പ്രസന്റ് ചെയ്യണമെന്ന് അറിയാത്തൊരു ഡയറക്ടറൊന്നും അല്ല ഒരിക്കലും ലോകേഷ് കനകരാജ്. അതെല്ലാം നമ്മൾ കണ്ടതാണ് അയാളുടെ മുമ്പത്തെ പടങ്ങളിൽ. രജനീകാന്ത് എന്ന സ്റ്റാറെ നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ ലോകേഷ് കൊണ്ട് സാധിച്ചിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ലോകേഷ് പരാജയപ്പെട്ടിട്ടുണ്ട്. ലോകയുടെ സ്ക്രീൻ പ്ലേയിൽ അയാളെ ക്യാരക്ടേഴ്സാണ് നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് എൽസിയുടെ ക്യാരക്ടേഴ്സ് അവർ ഓരോ ആ സിനിമയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും പിന്നെ എൽസിയുടെ വേൾഡ് ബിൽഡിംഗ് ഇതെല്ലാം കൊണ്ടാണ് ലോകേഷ് എന്ന ഡയറക്ടറിനെ നമ്മൾ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡയറക്ടറിൻ്റെതാണ് ഇങ്ങനൊരു മോശം സിനിമ നമുക്ക് സംഭവിച്ചത്. ലോകേഷ് ആദ്യം സംവിധാനം ചെയ്ത സിനിമ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ സിനിമയുടെ സ്ക്രീൻ പ്ലേ എത്ര മികച്ചതാണ്. ഫാസ്റ്റ് പേസ് ആയിട്ടാണ് മാൽനഗരം എന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേ പോകുന്നത്. പ്രധാന ക്യാരക്ടേഴ്സിന് പ്രത്യേകിച്ച് പേരോ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ആ സിനിമയിൽ പറയുന്നില്ല. പക്ഷെ അവരുമായിട്ടുള്ളൊരു ഇമോഷൻ കണക്ഷൻ തരാൻ ലോകേഷിന്റെ അന്നത്തെ ഈ സിനിമയിൽ സ്ക്രീൻ പ്ലേ കൊണ്ട് സാധിച്ചിരുന്നു. പിന്നെ ഏറ്റവും മികച്ചൊരു സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും അല്ലെങ്കിൽ ലോകേഷിന്റെ തന്നെ കരിയർ ബെസ്റ്റ് ഫിലിമാണ് കൈദി എന്ന മൂവി. കൈദി എന്ന മൂവിയും ലോകേഷ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലോകേഷ് എത്രമാത്രം മികച്ച ഡയറക്ടറാണ്. ഒരു സ്റ്റാർ കാസ്റ്റോ ഒരു പ്രൊമോഷനോ ഇല്ലാതെ വന്നൊരു പടമായിരുന്നു കൈദി എന്ന മൂവി. സ്ഥിരം തമിഴ് സിനിമകളെ ടെംപ്ലേറ്റ് എല്ലാം പൊളിച്ചെടുക്കിയ ഒരു പടം കൂടെയായിരുന്നു കൈദി എന്ന മൂവി. അതുകൊണ്ട് അന്ന് ഈ സിനിമ കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീലായിരുന്നു ലോകേഷ് സിനിമയിലൂടെ തന്നിരുന്നത്. പിന്നെ ലോകേഷിന്റെ കരിയർ സംഭവിച്ചൊരു പടമാണ് മാസ്റ്റർ എന്ന മൂവി. ഒരേ ഗ്രാഫിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന പടമായിരുന്നു മാസ്റ്റർ എന്ന മൂവി. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കാണ് അത് സ്ഥിരം വിജയ പടങ്ങൾ പോലെ ആയത്. പക്ഷെ നല്ല രീതിയിൽ തന്നെ ആ സിനിമ ലോകേഷ് എൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വിക്രം എന്ന സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ലോകേഷിന്റെ ഡയറക്ടറും ലോകേഷിന്റെ വിഷനും ഒരുപാട് മാറിയിട്ടുണ്ട്. എങ്ങനെ ഒരു മൾട്ടി സ്റ്റാർ സിനിമയിൽ എങ്ങനെ ഒരു വലിയ വലിയ ആക്ടേഴ്സിനെ പ്രസന്റ് ചെയ്യാമെന്ന് ലോകേഷ് സിനിമയിലൂടെ കാണിച്ചു തന്നു. എങ്ങനെ ഒരു പ്രധാന ക്യാരക്ടർ ഇല്ലാതെ സ്റ്റാർ മുഴുവനും കൊണ്ടുപോകാനും തിയേറ്റർ ഇളക്കി മറിക്കുന്ന ഒരു ഇന്റർവെൽ സീനും എൻഡിങ് തന്നൊരു പടമാണ് വിക്രം എന്ന മൂവി. അവസാനത്തെ ഒരു 10 മിനിറ്റാണ് സിനിമയുടെ ഗതി തന്നെ മാറ്റിയത്. എൽസി എന്ന ഫാക്ടറി ഇനി വരാൻ പോണ പടത്തിന്റെ ഹൈപ്പ് അങ്ങനെ മൊത്തത്തിൽ ലോകേഷിന്റെ കരിയർ തന്നെ ഒരു മാറ്റൊരു പടമായിരുന്നു വിക്രം എന്ന മൂവി. ലിയോയിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്തൊരു പടമായിരുന്നു ലിയോ എന്ന മൂവി. വിജയനെ എങ്ങനെയായിരുന്നു വിജയുടെ ക്യാരക്ടർ വെച്ച് എൽസിയിലോട്ട് കൊണ്ടുവരുന്നതെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പടം എല്ലാവരെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഈ സിനിമയുടെ ഫ്ലാഷ് ബാക്ക് ആണ് സിനിമയെ മൊത്തത്തിൽ ബാധിച്ചത്. അതുവരെ ഈ സിനിമയ്ക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. സ്റ്റാഫും എൻഡിങ്ങും എല്ലാം നോർമൽ ഒരു യൂഷ്വൽ ലോകേഷ് പടം പോലെയാണ് ലിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സിനിമയുടെ ഫ്ലാഷ് ബാക്ക് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് ലോകേഷ് എന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും ഇവിടുന്നാണ് എല്ലാത്തിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഫ്ലാഷ് ബാക്ക് തൊട്ടാണ് ലോകേഷിന്റെ സ്ക്രീൻ പ്ലേക്ക് ഒരു വീക്ക് സംഭവിച്ചിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഓലിക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസും മറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കൈദി 2-നായിരിക്കും. കാരണം കൂലി ഒരു മൾട്ടി സ്റ്റാർ മൂവിയാണ്. ലോകേഷ് എന്ന ഡയറക്ടർ ഒരിക്കലും ഒരു മൾട്ടി സ്റ്റാർ സിനിമ വരുമ്പോഴത്തേക്കും ആ ആക്ടേഴ്സിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളൊന്നുമല്ല. കൂലി സിനിമയിൽ സംഭവിച്ചത് ആ സ്ഥിരം ടെംപ്ലേറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ കുഴപ്പങ്ങളാണ്. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ ഇത്ര മോശം സിനിമയല്ല കൂലി എന്ന മൂവി. കരിയർ ചെയ്ത പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ പടങ്ങളെല്ലാം ടോപ്പ് പടങ്ങളാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ലെവൽ ഒട്ടും വരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോഴും കുറച്ച് നല്ല നല്ല മൂമെന്റ്സ് സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് ഫ്ലാഷ് ബാക്ക് സീൻസ്. ലിയോ സിനിമയിൽ എല്ലാവരും കുറ്റം പറഞ്ഞത് ഫ്ലാഷ് ബാക്ക് സീൻസിലായിരുന്നു. പക്ഷെ കൂലിയിലോട്ട് വന്നപ്പോഴത്തേക്കും ഏറ്റവും നല്ല രീതിയിൽ എടുത്തു വെച്ചേക്കുന്നത് ഫ്ലാഷ് ബാക്ക് സീൻസ് ആണ്. കൂലി സിനിമയുടെ റെസ്പോൺസും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൺസേൺ ആയിട്ടുള്ളത് കൈദി 2-ലാണ്. ഇനി അടുത്തതായിട്ട് പുള്ളി ചെയ്യാൻ പോകുന്നത് കൈദി 2 ആണ്. അതൊരു മൾട്ടി സ്റ്റാർ മൂവിയാണ്. പ്രത്യേകിച്ച് എൽസി മൂവി. ലിയോയിലെ എൽസിയിലോട്ട് ഫോഴ്സ് ചെയ്ത പ്രോബ്ലം എന്തായാലും ഇവിടെ വരത്തില്ല. ഓൾറെഡി കൈദി 2 എൽസിയുടെ ഒരു പാർട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കൈദി 2-ലോട്ട് വരുമ്പോഴത്തേക്കും അതിൽ വരുന്ന ക്യാമിയോസിനെല്ലാം ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് കൂലി സിനിമയിൽ സംഭവിച്ചാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോകാതെ എങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എവിടെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ലോകേഷ് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ നല്ലൊരു ടൈം എടുത്ത് കൈദി 2 എന്ന സിനിമ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലോകേഷിന് ജയിലറിലൂടെ നെൽസനൊക്കെ കംബാക്ക് അടിച്ച പോലെ തിരിച്ചു വരാൻ പറ്റും.